നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലിസൺ ജോസ്. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ക്രിസ്തുരാജ ദർശന സഭയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 15 ആഘോഷിച്ചു. ഇടവക ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും സഹായത്തിനും നീന ജോയി നന്ദി അറിയിച്ചു. ക്രിസ്തുരാജ യൂണിറ്റ് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര അതിഗംഭീരമായി. വാർത്തകൾ വിശദമായി. ഓഗസ്റ്റ് 15 ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൂടുതൽ തിരുനാൾ വിശേഷങ്ങളിലേക്ക്. പ്രസിദ്ധേന്തി വാഴ്ചയോടെ ആരംഭിച്ച ഓഗസ്റ്റ് 14 വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേലൂർ ഫൊറാന വികാരി റവറൻ ഫാദർ റാഫേൽ താണിശ്ശേരി മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷയും ബഹുമാനപ്പെട്ട റാഫേൽ താണിശ്ശേരി അച്ഛൻ നിർവഹിച്ചു. ഓഗസ്റ്റ് 15 തിരുനാൾ ദിനത്തിൽ രാവിലെ 9 മണിക്ക് ദർശനസഭ പ്രസിദ്ധേന്തിമാരെ സെൻറ് ജോൺസ് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് 9:30 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മരത്താക്കര പള്ളി വികാരി റവറൻ ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ യൗസേ പിതാവിൻ്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും രൂപങ്ങൾ വെഞ്ചിരിച്ച് പ്രതിഷ്ഠിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്നുള്ള പ്രദക്ഷിണത്തിലും ഊട്ടുനേർച്ചയിലും വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് പള്ളിയങ്കണത്തിൽ നടന്ന ബാൻഡ് മേളം കാണികൾക്ക് നല്ലൊരു ദൃശ്യ ശ്രാവ്യ വിരുന്നായി. തിരുനാൾ മനോഹരമാക്കാൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൈക്കാരന്മാർക്കും തിരുനാൾ കമ്മിറ്റിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. വിശുദ്ധ യൗസേ പിതാവിൻ്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും രൂപങ്ങൾ സ്പോൺസർ ചെയ്ത സെൻറ് ജോസഫ് യൂണിറ്റിനും മേലിട്ട് പാലത്തിങ്കൽ ലാസർ ഫെർഡിനും കുടുംബത്തിനും തേക്കിൻതടി സ്പോൺസർ ചെയ്ത നെടുമലയിൽ പീറ്റർ ഫിലിപ്പിനും കുടുംബത്തിനും രൂപക്കൂട് ദേവാലയത്തിലെത്തിക്കുന്നതിന് സഹകരിച്ച എല്ലാ ഇടവക അംഗങ്ങൾക്കും നന്ദി. നേർച്ച ഭക്ഷണം തയ്യാറാക്കുന്നതിനും സഹകരിച്ച എല്ലാവർക്കും, പാഴ്സലിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും, നേർച്ച ഭക്ഷണം വിളമ്പാൻ സഹകരിച്ചവർക്കും, ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാ ഇടവക ജനങ്ങൾക്കും തിരുനാൾ കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിച്ചു. നീന ജോയി എല്ലാ ഇടവക ജനങ്ങൾക്കും നന്ദി അറിയിച്ചു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ ഇടവക അംഗങ്ങൾക്കും നീന ജോയി നന്ദി പറഞ്ഞു. തുടർന്നുള്ള പ്രാർത്ഥനയിലും തന്നെ ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്തുരാജ യൂണിറ്റ് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര അതിഗംഭീരമായി. ഓഗസ്റ്റ് 9 സംഘടിപ്പിച്ച ഉല്ലാസയാത്രയിൽ പ്രായഭേദമന്യേ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും പങ്കുചേർന്ന് ആസ്വദിച്ചു. 3ാം പിറന്നാൾ ആഘോഷിക്കുന്ന ആലപ്പാട്ട് ജിതിൽ സ്റ്റെഫി ദമ്പതികളുടെ മകൻ ജയ്ക്കിന് ജന്മദിനാശംസകളുമായി ഹെവൻലി ബ്ലെസ്. 4ാം ജന്മദിനം ആഘോഷിക്കുന്ന ആലങ്ങോട്ടുകാരൻ സുബിൻ വിവിധ ദമ്പതികളുടെ മകൾ ഇവാനയ്ക്ക് ഹെവൻലി ബ്ലെസ്സിൻ്റെ ആശംസകൾ. 10ാം പിറന്നാൾ ആഘോഷിക്കുന്ന അയ്യങ്കേരി ബിജു ജോജി ദമ്പതികളുടെ മകൻ ജോസഫ് പോളിന് ആശംസകളുമായി ഹെവൻലി ബ്ലെസ്. ഓഗസ്റ്റ് 21 വിവാഹസമ്മതം നടത്താനൊരുങ്ങുന്ന കരിങ്ങട ഫ്രാൻസിസ് മകൾ അഞ്ജലിക്കും പുത്തിരി പൊറിഞ്ചു മകൻ രഞ്ജു തോമസിനും ഹെവൻലി ബ്ലെസ്സിൻ്റെ ആശംസകൾ. അറിയിപ്പുകൾ. ഓഗസ്റ്റ് 17 ഞായറാഴ്ച 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മീഡിയ സെല്ലിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഓഗസ്റ്റ് 17 അൾത്താര സംഘങ്ങൾ വിശുദ്ധ ജോൺ ബെർക്കുമിനിസിൻ്റെ തിരുനാൾ ആചരിക്കുന്നു. ഓഗസ്റ്റ് 24 കാറ്റിസം യൂണിറ്റ് വിസിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിനോടനുബന്ധിച്ച് CLC സംഘടന പായസമേള നടത്തും. പാലട 1 ലിറ്ററിന് 200 രൂപ, പരിപ്പ് 1 ലിറ്ററിന് 220 രൂപ. ഓണത്തിനോടനുബന്ധിച്ച് KCYM സംഘടന കായവറവ്, ശർക്കരപ്പേരി, പുളിഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, വടുകപ്പുളി അച്ചാറുകൾ എന്നിവ ഓർഡർ അനുസരിച്ച് വീട്ടിൽ എത്തിച്ചു കൊടുക്കും. സെപ്റ്റംബർ 7 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് സേവ്യർ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.